തമിഴ്നാട്ടിലും കർണാടകയിലും പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളിൽ പലതും കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്തതിൽ സോഫ്റ്റ്വെയർ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ട്രോണിക് സെക്ടറും. കാരണം ഇവിടെ ഈ ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് കാർ മാനുഫാക്ചറിങ് ചെയ്യാം, പക്ഷെ ആർക്കും ഇവിടെ വരാൻ തയ്യാറില്ല. കാർ മാനുഫാക്ചറിങ് അത്ര പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി അല്ല, പക്ഷെ വെഹിക്കിൾ മാനുഫാക്ചർ ഇവിടെയൊന്നും ഒരു മനുഷ്യരും വരില്ല. കാരണം ഇവിടെ തന്നെ വന്ന എയർ ഇന്ത്യ തന്നെ അവരുടെ ഹെഡ് ഓഫീസ് പൂട്ടി ഒരു സ്ട്രൈക്ക് കഴിഞ്ഞപ്പോഴത്തേ അവർക്ക് കാര്യം മനസ്സിലായി. അവർ അതിൻ്റെ ഹെഡ് ഓഫീസ് ഹരിയാനായിട്ട് വരും. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് ബോംബെ ഡൽഹിയും കണ്ടായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഹെഡ് ഓഫീസ് കൊച്ചിയായിരുന്നു. അവർ ആ ഒരു സ്ട്രൈക്ക് കഴിഞ്ഞപ്പോഴത്തേ അവർ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞ സംഗതി ആരോഗ്യത്തിന് ഹാനികരാന്നുള്ള അവർക്ക് മനസ്സിലായി. കാരണം മലയാളികളുടെ ഒരു ജനറൽ ആറ്റിറ്റ്യൂഡ് ഇവിടെയുള്ള എന്തും അടച്ചു പൂട്ടിക്കുക, പ്രസംഗിക്കുക, പിള്ളേരെ UK യൂറോപ്പിലേക്ക് വിടുക, പിന്നെ അമേരിക്കയിട്ട് വിടുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ. പഠിക്കാൻ അന്യ സംസ്ഥാനങ്ങളിലും അല്ല. ഇപ്പോൾ കേരളത്തിലെ AK ആൻ്റണി വന്ന് കുറച്ച് കോളേജിൽ തുടങ്ങിക്കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് പോകണ്ട, ഇവിടെ ഒന്നും പഠിക്കാൻ പറ്റും. പണ്ട് പുറത്ത് പോകണമായിരുന്നു പഠിക്കണമെങ്കിൽ. ഇവിടെ ഡിഫിക്കൽട്ട് കണ്ടില്ല. ചെറിയൊരു 50 മീറ്ററിനുള്ള സ്ഥലം കിട്ടുള്ളൂ. 50 മീറ്റർ 60 മീറ്ററാണ് നമുക്ക് ഒരു സ്ട്രെച്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് കാണുള്ളൂ. അത് 50 മീറ്റർ 60 മീറ്റർ കഴിയുമ്പോൾ കർവായിരിക്കും. അപ്പോൾ ഈ 50-60 മീറ്ററിനുള്ള നമ്മൾ ഓവർടേക്ക് ചെയ്യണം. എതിരെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇവിടെ നമ്മുടെ റോഡുകളിൽ ഓവർടേക്കിങ് പൊതുവെ ഡിഫിക്കൽട്ടാണ്. അതിൽ ചെയ്യാൻ നോക്കും, പക്ഷെ പലപ്പോഴും എൻഡ് റിസൾട്ട്സ് ആക്സിഡൻറ്റ്സ് ആയിരിക്കും. പിന്നെ ചെറിയ റോഡുകളിൽ അധികം വണ്ടികളില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ അങ്ങ് പോകുന്നു മാത്രം. ഈ റോഡൊക്കെ ഇപ്പോൾ വണ്ടിയായി. പെരുമ്പാവൂർ ടു കോലഞ്ചേരി റോഡ്. എറണാകുളം മൂവാറ്റുപുഴയാണ് ഏറ്റവും തിരക്കുള്ള റോഡ് നമ്മുടെ ഈ ഏരിയയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ തിരക്കുള്ള റോഡ് പെരുമ്പാവൂർ കോലഞ്ചേരി. പിന്നെ സർപ്രൈസിങ്ങിൽ ആലുവ കോലഞ്ചേരി റോഡിന് വലിയ തിരക്കില്ല. ഞാൻ മനസ്സിലാവും, ഒട്ടും തിരക്കില്ല. ആലുവ ഒരു മേജർ ഹബ്ബാണെങ്കിലും ആലുവ കോലഞ്ചേരി റോഡ് പൊതുവെ പോകുമ്പോൾ വലിയ കാര്യമായ വണ്ടികളുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് കലക്കി വരണം. സാധാരണ യാത്രക്കാരെ മാത്രമല്ല, കൊട്ടേഷൻകാരും ഉണ്ട്. നോർമൽ പാസഞ്ചേഴ്സിന് മാത്രമല്ല, കൊട്ടേഷൻ ടീമും ഉണ്ട്. 5-6 പേര് ബൈക്ക് കൊടുത്ത് മൊബൈലും കൊടുത്ത് എല്ലാ ജംഗ്ഷനിലും നിർത്തേക്കുക. 5-6 പേര് ബൈക്ക് മൊബൈൽ കേട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും 5-6 പേര് ബൈക്കിലും സ്കൂട്ടറിലൊക്കെ ആയിട്ട് കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഈ ഡി കമ്പനിയുടെ കൊട്ടേഷൻ ടീംസ്. അപ്പോൾ ഈ 2 കൂട്ടരെ നമുക്ക് നോക്കണം കോലഞ്ചേരി ജംഗ്ഷനിൽ വന്നിട്ട്. സാധാരണ യാത്രക്കാരെ നോക്കണം, ഡി കമ്പനിയുടെ കൊട്ടേഷനും നോക്കണം. നമുക്കുണ്ടായ കാർ ആക്സിഡൻസിൽ ഭൂരിഭാഗവും ഒരു 80-90% ഡി കമ്പനിയുടെ കൊട്ടേഷൻകാർ അവരുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്.
2007 ശേഷം നടന്നേക്കണം. തൊണ്ണൂറ്റൊന്ന് 2007 ഇങ്ങനെ വലിയ ആക്സിഡൻറ്റ് ഉണ്ടായില്ല നമുക്ക്. പിന്നെ ഞാൻ അന്ന് ഈ കൊച്ചപ്പൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓടിക്കലും കുറവായിരുന്നായിരിക്കും ആ സമയത്ത്. എറണാകുളമൊക്കെ പലവണ്ണം പോയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 99-ലും 95-നും 2000-നും ഇടയ്ക്ക് ഇഷ്ടംപോലെ എറണാകുളമൊക്കെ പോയിട്ടുണ്ട്. എത്രയോ തവണ പോയിട്ടുണ്ട് എറണാകുളം. ആ പഴയ 800 കൊച്ചപ്പനെ തന്നെ എങ്ങാണ്ട് പല സ്ഥലങ്ങളിൽ പ്ലെയിൻ കയറ്റി വിടാനും ട്രെയിൻ കയറ്റി വിടാനും ബസ് കയറ്റി വിടാനും ഒക്കെ പല ഇപ്പോഴും എന്നോട് ഞാൻ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് എറണാകുളം ആ കാറിൽ. എന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന കാറ് ബൈക്കും കൊണ്ട് അവിടെ പോയിട്ട് ബൈക്ക് തറവാട്ടിൽ വയ്ക്കുകയായിരുന്നു. പഴയ തറവാട്ടിലായിരുന്നു. എന്നിട്ട് കൊച്ചപ്പനെയും കൊണ്ട് അവിടെ നിന്ന് എറണാകുളം ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് കാറ് കൂടെ കൊണ്ടുവന്ന് ഇട്ടേച്ച് ഞാൻ ബൈക്കിൽ തിരിച്ച് വീട്ടിനുള്ളത് വരും. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു മാസം അതുകൊണ്ട് പലവണ്ണം എറണാകുളം വരുമ്പോൾ അവർ മാറ്റുകയൊക്കെ. അന്നൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡി കമ്പനി കൊട്ടേഷൻ അത്രയും പുറകെ ആക്റ്റീവ് ആർന്ന് കാണുമായിരിക്കും. അവരുണ്ടാർന്ന് കാണും. ഇത്രയും അഗ്രസീവായിട്ട് നമ്മുടെ പുറകെ കൊട്ടേഷൻ ടീമുകൾ ഉണ്ടാർന്ന് കാണുമായിരിക്കും.